ഇത് നോക്കിക്കേ, ഒരു ചട്ടിക്കകത്ത് പല കളറിലുള്ള ബോഗൺവില്ല. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടി ചെയ്തതൊന്നുമല്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. 1, 2, 3, 4, 5, 6 ഏതാണ്ട് 8 കളറോളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ചെയ്തപ്പോൾ ഏതാണ്ട് 10 കളറാണ് നമ്മൾ നോക്കിയത്. പക്ഷേ 1-2 ഇതിലെ കളിക്കാതെ പോയി. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സാധാരണ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത്. ഇവിടെ ഗ്രാഫ്റ്റ് ഒന്നും ചെയ്തില്ല. കാരണം സാധാരണക്കാർക്കും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള രീതിയാണ്. നമ്മൾ ഏതൊക്കെ കളറാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഓരോ സ്റ്റമ്പ് റെഡിയാക്കി എടുക്കുക. അതിനുവേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ ഏതൊക്കെ കളറാണ് ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും കളറിലുള്ള ഈ ബോഗൺവില്ലയിൽ നിന്ന് അതിൻ്റെ സ്റ്റമ്പുകൾ മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇത് മഴ സമയത്ത് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. കാരണം ചൂട് സമയത്താകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ കഴിഞ്ഞ മഴ സമയത്ത് ചെയ്ത ചെടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഇലയും പൂക്കളും എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റമ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എപ്പോഴെങ്കിലും ഇത് പൂത്ത് വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് കളറാണ് നമ്മൾ വെച്ചതിൽ പിടിക്കാതിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരിക്കൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാമെങ്കിൽ മിക്കവാറും എല്ലാം പിടിച്ച് കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാനൊരു 10 കളറിലുള്ള കമ്പുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇലകളും പൂക്കളും ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ആ സ്റ്റമ്പ് എല്ലാം കൂടെ ഒരു റബ്ബർ ബാൻഡിൽ ചുറ്റി വെക്കുക. ഇങ്ങനെ സ്റ്റമ്പ് മാത്രമായിട്ട് ചെയ്തിട്ട് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുക്കി വെക്കാമെങ്കിൽ കൂടുതൽ സക്സസ് ആകും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അലോവേരയുടെ ഒരു തണ്ട് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിടുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും ഒരുമാതിരി മിക്കവാറും എല്ലാം കിട്ടും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം തണലത്ത് തന്നെ വയ്ക്കുക. ഇപ്പം ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു കമ്പി ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു പോളിത്തീൻ കവറ് വെച്ചിട്ട്, അതായത് പോളിത്തീൻ കവർ ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് വെക്കുക. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഈർപ്പം ഉണ്ടെങ്കിൽ ഇത് ഈ കമ്പുകൾ കിളിക്കാനുള്ള ടെൻഡൻസി കൂടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ തണലത്ത് വെക്കുക. വളരെ വേഗം ഇത് കിളിച്ച് റെഡിയാകുന്നതാണ്.